അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മളിന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് വല്ലതും പോയാലോ? ഇപ്പൊ പോണോടാ ട്രിപ്പ്? നമ്മൾ ഇന്നലെയും കൂടെ ഫുള്ളായിട്ട് നമ്മുടെ സിറ്റി ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി ബീച്ചിലൊക്കെ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. എനിക്ക് നല്ല രീതിക്ക് ക്ഷീണമുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇപ്പൊ എന്തായാലും ശനി ഞായർ ദിവസങ്ങളൊക്കെ അല്ലേ, നമുക്കെന്തായാലും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാം. എപ്പോഴും ഇതേപോലെ എൻജോയ് ചെയ്യാൻ അവസരം കിട്ടൂലല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ എല്ലാ ദിവസവും ചേട്ടൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോണ്ടേ? ആടാ ഷിഞ്ചന, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇന്ന് പോണോ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടൻ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ടൈഗർ, ഞാൻ, ഗ്രാനി അമ്മായി, ഫ്രാങ്ക്ലിൻ ചേട്ടൻ. ആടാ ഷിഞ്ചന, ഞാൻ മുമ്പ് ഗ്രാനി അമ്മായിരോടൊന്ന് പോയി ചോദിച്ചോക്കട്ടെ. അതെ ഗ്രാനിയെ, ഗ്രാനി ഗ്രാനി, ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ. എന്താണ് ഫ്രാങ്ക്ലിൻ മോനെ? അത് പിന്നെ ഗ്രാനി, ഷിഞ്ചൻ പറയായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോയാലാന്ന്. ഫ്രാങ്ക്ലിൻ മോനെ, ഞാനാണ് അവൻ്റെ കൂടെ ആ കാര്യം പറഞ്ഞത്. നമുക്കെല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോയാലോ പ്ലീസ് മോനെ? ആ ശരി ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും പോയി റെഡി ആയി നിൽക്കുക. ഞാൻ ഓൾറെഡി ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളെല്ലാം പോയി റെഡി ചെയ്യുന്നില്ലേ? ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. എടാ ഷിഞ്ചാനെ, നമുക്ക് എങ്ങനത്തെ ട്രിപ്പ് പോവാം? വൺ ഡേ ടൂറാണോ അതോ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് താമസിക്കാമോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് താമസിക്കാം, എന്നാലും ഒരു വൈബ് കിട്ടത്തുള്ളൂ. ആ ശരി 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 ശരി, ആ ഒരു റൂം ബുക്ക് ചെയ്യട്ടെ. അതിന് മുമ്പേ നിങ്ങളുടെ അതാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സും കൂടെ പാക്ക് ചെയ്യുമോ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നല്ല നല്ല ഡ്രസ്സൊക്കെ നോക്കി പാക്ക് ചെയ്തോളാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി. അത് മാത്രമല്ല റൂമൊക്കെ ബുക്ക് ചെയ്യും. ആടശ്യം ചേരാൻ അതിനുമ്പേ വണ്ടി ഒന്ന് എടുത്ത് കേട്ടി നേരെ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും എല്ലാവർക്കും കൂടെ എന്തായാലും ഒരു ടൂറും കണക്കെ എന്തായാലും പോകാണ്ട്. എന്തായാലും നമുക്ക് ഞായർ ശനി ദിവസം കിട്ടിയ, അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി. ഇതെന്താണ് ശരി എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ഡിഫൻഡറിലാണെങ്കിൽ നമ്മൾ കീയിട്ട് തുറക്കാനായിട്ട് പറ്റണില്ല. ഇതെന്താണ്? ഓക്കെ ഗൈസ്, കീയിട്ട് തുറക്കാൻ പറ്റണില്ല കേട്ടോ. ആ കീ എന്തായാലും അങ്ങോട്ട് ആവണില്ല. ഇതെന്താണ് സീൻ? ഈ വണ്ടിയുടെ ലോക്കല്ലേ കംപ്ലൈൻ്റ് ആയ? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഉണ്ട്. അതേപോലെ ഈ വണ്ടിയുടെ സെൻട്രൽ ലോക്കും വർക്ക് ചെയ്യണില്ല. ഞാൻ സെൻട്രൽ ലോക്ക് 2-3 പ്രാവശ്യം പിതുക്കി നോക്കി, അപ്പോൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും തുറന്നത്. ഞാൻ സെൻട്രൽ ലോക്കോലും അടിച്ചു പോയി നോക്കി, സെൻട്രൽ ലോക്ക് വർക്ക് ആവണില്ല. അത് മാത്രമല്ല വണ്ടി അല്ലാതായിട്ട് തുറക്കാനും പറ്റില്ല. ഇതെങ്ങനെ പൊട്ടിയെന്നാണ് ഞാൻ ആലോചിക്കണത്. ഓക്കെ ചേട്ടാ, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ടൂറ്? നമ്മുടെ കയ്യിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ് ഈ ഒരു ഡിഫൻഡർ കേട്ടോ. ഈ വണ്ടിയാണെങ്കിൽ നമുക്കിപ്പോൾ തുറക്കാനും പറ്റണില്ല. ഇത് എന്ത് തേങ്ങയാണ് വേണ്ടത്? വണ്ടി ഫുള്ള് ലോക്കാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയിൽ എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഉള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഏതാണ് ഷിഞ്ചാൻ്റെ കാറാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു സ്വിഫ്റ്റ് ആണ്. ഓക്കെ, അതിൽ ടൂർ പോകാൻ പറ്റത്തൊന്നും തന്നെ ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ ടൂർ പോയി എപ്പോഴും എടുക്കുന്ന വണ്ടി ഇതാണ്. ഓക്കെ, ഷിഞ്ചാൻ്റെ വണ്ടി നമ്മളൊക്കെ എന്തായാലും സർവീസ് ചെയ്തിട്ട് എന്തായാലും വെളിയിൽ എന്തോ പാർക്ക് ചെയ്ത് എന്തോ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ എന്തായാലും ടൂർ പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളെന്തായാലും കുറച്ച് ദൂരത്തുള്ള സ്ഥലത്താണ് പോകാൻ ഉദ്ദേശിച്ചേക്കെന്ന് വെച്ചാൽ. ഓക്കെ, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസുണ്ട്. വണ്ടി തുറക്കാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോൾ എന്ത് തേങ്ങയാണല്ലേ. നമുക്കെന്തായാലും വേറെ വഴിയില്ല. എന്തായാലും നമുക്കെന്തായാലും ടൂർ പോയാൽ പറ്റുമോ? എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് പോകാതിരിക്കാനില്ല. സ്വിഫ്റ്റിൽ എന്തായാലും പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ലോങ് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ലോങ് പോകാനായിട്ട് ഈ ഒരു വണ്ടിയിലാണ് പോകണം. അത് മാത്രമല്ല നമ്മൾ കുറച്ച് ഓഫ് റോഡിങ്ങും കൂടെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി വെച്ച് ഓഫ് റോഡ് കണക്കെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ വെച്ചാൽ. ഇത് പിന്നെ ഡിഫൻഡർ അല്ലേ, മറ്റു വണ്ടി സ്വിഫ്റ്റാണ്. ഓക്കെ, അത് വെച്ച് ഓഫ് റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം, വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലോക്ക് കണക്ക് നൈസായിട്ട് പൊട്ടിക്കുക. സ്വന്തം വണ്ടിയുടെ ലോക്ക് പൊട്ടിക്കേണ്ട അവസ്ഥ ഒന്നല്ലോ. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ ലോക്ക് കണക്ക് നൈസായിട്ട് അടിച്ച് പൊട്ടിച്ചേക്കാണ്. ഇനിയെങ്കിലും തുറക്കാൻ പറ്റുമോ? ഓക്കെ, ഇതെന്താണ് സീൻ? ഈ വണ്ടി തുറക്കണമില്ല. എൻ്റെ മോൻ, ഇതെന്ത് കഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ കാർ എങ്ങനെയോ ഗൈസ് ലോക്കായിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, കീട്ടോ അതേപോലെ നമ്മുടെ സെൻട്രൽ ലോക്കിട്ടോ ഒന്നും തന്നെ നമ്മുടെ ഈ വണ്ടി ഒന്നും തുറക്കാനായിട്ട് എന്തായാലും പറ്റണല്ലോ. ഓക്കെ, എന്തോ കാര്യമായിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആരോ നമ്മുടെ വണ്ടി എന്തോ ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ് ഇന്നലെ രാത്രി. ഓക്കെ, എന്തായാലും എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും നമ്മുടെ വീടിൻ്റെ CCTV കാണാനൊക്കെ ചെറുതായിട്ട് എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ട് എന്തായാലും ഇരിക്കുകയാണ്. അതുകൊണ്ട് CCTV എടുത്ത് നോക്കിയാലും ഒന്നും അറിയാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, എന്തായാലും വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് എന്തായാലും പ്രശ്നവും കാണാൻ എന്തായാലും ഉണ്ടായിട്ട്. എന്നാലും വണ്ടിയുടെ ഡോറും കണക്കെ ഉണ്ട്, തുറക്കാനായിട്ട് പറ്റണം. അവിടെ ഗണ്ണിട്ട് വെടിവെച്ചിട്ട് പോലും പറ്റണില്ല ഗൈസ്. ഓക്കെ, എന്തോ പ്രശ്നം എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നോക്കാം. ഇതെന്താണ് ഗൈസ്, നമ്മുടെ ഫോണിൽ കണക്കൊരു മെസ്സേജ് കണക്ക് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ടല്ലോ. നമുക്കെന്തായാലും ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും വായിച്ചെന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഫോണിലുള്ള ആ ഒരു മെസ്സേജ് കണക്ക് നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും വായിച്ച് കണക്ക് എന്തായാലും നോക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു മെസ്സേജിൽ കണക്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ആരോ നമ്മുടെ കാറ് കണക്ക് ഒരു സീക്രട്ട് ബേസ് കണക്ക്
ആയിട്ട് മാറ്റിയേക്കാണെന്നാണ് ഗൈസ് ഈ ഒരു മെസ്സേജിൽ കണക്ക് എന്തായാലും പറയണേന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പം ഇവരെന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു സീക്രട്ട് ബേസുകളൊക്കെ എന്തായാലും തരയാണെന്നാണ് എന്തായാലും പറയണമെന്ന് വെച്ചാൽ. ഇവരിപ്പോൾ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഈ ഒരു സീക്രട്ട് ബേസുകളൊക്കെ ഒരു കാരണവശാലും നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നാണ് പറഞ്ഞു വെച്ചാൽ. നമ്മുടെ കാറിൻ്റെ തന്നെ ഇവർ സീക്രട്ട് ബേസ് ഉണ്ടാക്കി വെച്ചേക്കാണെന്നാണ് പറഞ്ഞു വെച്ചാൽ. ഇപ്പോൾ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ ഇട്ട് വെടിവെച്ചാൽ പോയി ഈ കാറ് തുറക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവരിപ്പോൾ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാറിങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ സ്പെഷ്യൽ കീ വരുന്നതാണെന്നാണ് ഇവർ പറയാൻ വെച്ചാൽ. ആ കീ ഇട്ട് ഈ കാർ തുറക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയണമെന്ന് വെച്ചാൽ. പക്ഷെ എൻ്റെ മുന്നിൽ ഇതെന്തൊക്കെയാണ് ഈ നടക്കണേന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസൊക്കെ. നമ്മുടെ കാറിൻ്റെ അതൊരു ഏതാണ് സീക്രട്ട് ബേസ് ഒക്കെ ഒന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്താണ് ചേട്ടാ വണ്ടി ഒന്ന് സെറ്റാക്കിയിടാത്ത? റൂമൊക്കെ ബുക്ക് ചെയ്താ? എടാ ഷിൻജാനെ റൂമൊക്കെ ബുക്ക് ചെയ്തു, പക്ഷെ വണ്ടി തുറക്കാൻ പറ്റണല്ലേ? വണ്ടി തുറക്കാൻ പറ്റണല്ലേ? എടാ ഷിൻജാനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാ, ഞാൻ നിന്നോട് പിന്നെ പറയാം. ഇപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ നിൻ്റെ വണ്ടിയുടെ കീ വേണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതാ പിടിച്ചോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടെന്ന് പറഞ്ഞേ, നമുക്ക് ടൂർ പോകാനുള്ളതാണ്. ഒന്ന് മിണ്ടേറാ, ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതാണ് അവൻ്റെ ടൂറ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെന്താണ് ഈ ടാസ്കിൽ പറഞ്ഞേക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗൈസ് ആ ഒരു ഏതാണ് ഡിഫൻഡർ കണക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇവരിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇവരെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡിൽ കണക്ക് ഓടുന്ന വണ്ടിയിൽ ഈ റോഡിൽ ഓടുന്ന വണ്ടിയിൽ 5 നമ്മുടെ സ്കോർപ്പിയോ കണക്ക് എന്തായാലും റോക്കറ്റ് ലോഞ്ചർ ഇട്ട് വെടിവെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഏതാണ് ഈ ഒരു കാർ കണക്ക് നമുക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഒരു ടാസ്ക് കൂടെ എന്തായാലും ഉണ്ട്. മൊത്തം ഇവിടെ 2 ടാസ്ക് ആണല്ലോ. അതിൽ അവസാനത്തെ ടാസ്ക് എന്തായാലും സിമ്പിളാണ്, അതെന്തായാലും ഞാൻ എന്തായാലും അപ്പം പറയാം. നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് കണക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവരിപ്പോൾ പറയണമെന്ന് വെച്ചാൽ റോട്ടിലുള്ള 5 സ്കോർപ്പിയോ കണക്ക് എന്തായാലും ബ്ലാസ്റ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അത് ഫുള്ളായിട്ട് കത്തിച്ചോളാനാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരെണ്ണം എന്തായാലും ഓടുന്നുണ്ട്. നമുക്കെന്തായാലും ഇതിനെ അങ്ങനെ ഐസായിട്ട് കത്തിച്ചോളാം. ഇത് ഓരോ ആളെ ഇടിച്ചിട്ട് ഗൈസ്. നമുക്കെന്തായാലും എങ്ങനെയും നമ്മുടെ കാർ അൺലോക്ക് ചെയ്തേ പറ്റും. എന്തായാലും ആ ഒരു സീക്രട്ട് ബേസിൻ്റെ അതൊന്നും കയറണം. ആരാണ് വണ്ടിയുടെ അടിയിൽ സീക്രട്ട് ബേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചോ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റത്തെ സ്കോർപ്പിയോ കണക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിനെ അങ്ങനെ ഐസായിട്ട് എന്തായാലും കത്തിച്ചിട്ട് എന്തായാലും ഉണ്ട് കേസ്. എന്തായാലും ഇതെന്താണ് കേസ് ആ വണ്ടി കത്തിച്ചളങ്ങിട്ട് അതിൻ്റെ അകത്തുള്ള ആളിപ്പോഴും ഉണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും അൺലിമിറ്റഡ് പവറെല്ലാം ഉണ്ടായിരിക്കും. എന്തായാലും ആദ്യത്തെ സ്കോർപ്പിയോ കണക്ക് നമ്മളെന്തായാലും കത്തിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും രണ്ടാമത്തെ വണ്ടികളെ നോക്കാം കേസ്. സ്കോർപ്പിയോ കത്തിക്കണം കേസ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടാസ്കിന് ഭയങ്കര സിമ്പിളാണ്, അത് നേരെ ഞാൻ പറയാം. ഓക്കെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ സ്കോർപ്പിയോ ഇവിടെ നമുക്ക് കിട്ടിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മാറ്റിയിടാം നമ്മുടെ വണ്ടി. നമുക്ക് ഓരോ സ്റ്റൈല് നോക്കുന്നാലും നമ്മുടെ വണ്ടികൾ കാണാൻ കത്തിക്കാട്ടെ. നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഈ ഗണ്ണ് വെച്ച് നമുക്ക് ഫയർ ചെയ്ത് ഈ വണ്ടി കാണാൻ ഫുള്ളായിട്ട് എന്നാലും കത്തിക്കാം കേസ്. എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ വീട് എന്നാലും അൺലോക്ക് ചെയ്തല്ലേ, സോറി വീടല്ലല്ലോ നമ്മുടെ കാറൊക്കെ. ഇതെന്ത് കത്തൂല ഈ വണ്ടി, ബുള്ളറ്റ് പ്രൂഫാണ്. ഇതെന്താണ് ഈ വണ്ടി പൊട്ടിത്തെറിക്കണല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും ഈ വണ്ടി എന്തായാലും കത്തുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും അതെന്തായാലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ വണ്ടി ഓരോ സ്റ്റൈലിൽ അങ്ങ് നശിപ്പിച്ച് കളയാം. നമ്മളിപ്പോൾ 2 സ്കോർപ്പിയോ കണക്ക് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. വല്ല എളുപ്പമുള്ള വല്ല കോണിസേക്ക നമ്മുടെ വെനേനോ അല്ല ബുഗാട്ടിയുടെ വല്ല വണ്ടിയായിരുന്നെങ്കിൽ കോമൺ ആണ്. അതൊന്നും റിയൽ അല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊക്കെ ആയിരുന്നു ഈ സൈഡ് പൊട്ടിക്കായിരുന്നു. നമുക്ക് ആവശ്യമുള്ള നേരത്തെ ഈ വണ്ടികളൊന്നും കാണില്ല. സ്കോർപ്പിയോ എവിടെ എനിക്കിപ്പോൾ തന്നെ സ്കോർപ്പിയോ കുറേ വേണം കേസ്. ഇവിടെ ഇപ്പോൾ എന്തായാലും അടുത്ത സ്കോർപ്പിയോ കണക്ക് കിട്ടിയായിരുന്നു. നമുക്ക് എന്തായാലും അതിനെയും കൂടെ അങ്ങ് നശിപ്പിച്ച് കളയാം. അപ്പോൾ ടോട്ടലി എല്ലാം കൂടെ എന്തായാലും 3 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് മൊത്തം ഇവിടെ 5 എണ്ണമാണ് എന്തായാലും നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ അതിനെയും കൂടെ എന്തായാലും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആകും. സെക്കൻഡ് ടാസ്ക് എന്തായാലും സിമ്പിൾ ടാസ്ക്കാണ്. നമുക്കെന്തായാലും അടുത്ത വണ്ടികൾ കണക്ക് എന്തായാലും കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ഒരു വണ്ടി എന്തായാലും കത്തിച്ചളഞ്ഞു. മൊത്തം 3 എണ്ണം നമ്മൾ കത്തിച്ചളഞ്ഞു. ഇനി നമുക്ക് 2 സ്കോർപ്പിയോ കൂടെ കത്തിക്കണം കേസ്. അടുത്ത സ്കോർപ്പിയോ കിട്ടി. ഇനി ഒറ്റ ഒരെണ്ണം മാത്രം മതി കേസ്. നമുക്കിതൊക്കെ നൈസായിട്ട് സ്റ്റിക്കി ബോംബിട്ട് എറിഞ്ഞാൽ പൊട്ടിക്കാം കേട്ടോ. അതാകുമ്പോൾ ഒരു വ്യത്യാസം വരട്ടെ. ഇതെന്താണ് ആ വണ്ടി കൊള്ളാത്തത്? ഇതെന്താണ് ഇതിനി എന്തായാലും നമ്മുടെ ഏതാണ് മറ്റേ ഇട്ട് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഏതാണ് റോക്കറ്റ് ലോഞ്ചർ ഇട്ട് തന്നെ പൊട്ടിക്കാം. അവസാനത്തെ വണ്ടി നമുക്ക് എന്തായാലും സ്റ്റിക്കി ബോംബ് എറിഞ്ഞ് എന്തായാലും പൊട്ടിക്കാണ്ട് നമുക്ക് കുറച്ച് സ്റ്റൈലൊക്കെ പൊട്ടിക്കാം. സിമ്പിൾ ടാസ്ക് അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വല്ലവൻ്റെ വണ്ടി കത്തിക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ഏതാണ് ഡിഫൻഡർ സീക്രട്ട് ബേസ് അൺലോക്ക് ആക്കണം കേസ്. പക്ഷെ എൻ്റെ പോലെ എന്തിനാണെന്ന് കേസ് ഈ സ്കോർപ്പിയോ കത്തിക്കാനായിട്ട് പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ
മഹീന്ദ്രയോടെ വല്ല വൈരാഗ്യം ഉണ്ടായിരിക്കും ഗൈസ് നമ്മുടെ ഏതാണ് ഡിഫൻഡർ കമ്പനിക്കാർക്കൊക്കെ, അതായത് നമ്മുടെ സീക്രട്ട് ബേസ് ഉണ്ടാക്കിയ ആളിന്. ഓക്കെ, അങ്ങനെ വല്ല ആയിരിക്കും. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഓക്കെ ഗൈസ് അടുത്ത വണ്ടി കിട്ടി. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്തായാലും കൊണ്ടൊക്കെ ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റിക്കി ബോംബ് ഇറങ്ങി എന്തായാലും പൊട്ടിക്കാൻ കേട്ടോ. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തായാലും വട്ടം നിൽക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വണ്ടി നേരത്തെ നോക്കി. ഇനി നമുക്ക് എന്തായാലും അതിൻ്റെ മണ്ടക്വശം നോക്കി തന്നെ നമ്മളെന്തായാലും സ്റ്റിക്കി ബോംബ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഇതിനെ കൂടെ കത്തിച്ചളയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു എൻഡവറും കൂടെ എന്തായാലും ഉണ്ടാക്കി നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് കത്തിക്കാം. ഓക്കെ, നമ്മളോട് എന്നാണ് കത്തിക്കാൻ പറഞ്ഞത് സ്കോർപ്പിയൻ. ഓക്കെ, പക്ഷെ നമ്മൾ ഒരുമിച്ച് കത്തിക്കണം രണ്ടിനെയും. ഓക്കെ, അയ്യോ ഇതെന്താണ്, സോറി ഞാൻ അറിയാം, സ്വിച്ച് മാറിപ്പോയി. ഇദ്ദേഹം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ ചാവും. ഓക്കെ, എൻ്റെ ആകുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് കത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്കോർപ്പിയോ കത്തിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ മറ്റേ വണ്ടിയും കൂടെ കത്തിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി എന്തായാലും നേരെ വീട്ടിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, അടുത്ത ടാസ്ക് എന്താണെന്ന് ഞാൻ എന്തായാലും പറയാം. ഓക്കെ, അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസുകളൊക്കെ അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എടുത്തും കൂട്ടുകാർത്തൊക്കെ മാക്സിമം വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല 2 ടാസ്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ടാസ്ക് ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ എല്ലാ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയുടെ അടുത്ത് പോയിട്ട് എന്തായാലും നിൽക്കാനെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു ഗ്ലിച്ച് പോലെ അടിച്ച് നമ്മളെന്തായാലും തന്നെ ഏതോ ഒരു സീക്രട്ട് ബേസിലോട്ട് ടെലിപ്പോർട്ട് ആവുമെന്നാണ് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കതായാലും നിൽക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതെന്താണ് ഇവിടെ ചെറുതായിട്ട് എന്തായാലും ഷെയ്ക്ക് ആവുന്നുണ്ട്, മിക്കവാറും അങ്ങോട്ട് പോകാനായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെന്തായാലും കേസ് ഏതോ ഒരു സ്ഥലത്തോട്ട് നമ്മളെന്തായാലും ടെലിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇത് ആരാ ഒരു വീടാണ് കേസ്. ഓക്കെ, ഇതാണ് സീക്രട്ട് ബേസ്. എനിക്കറിയാം കേസ് ആരാ വീട്ടിൽ നമ്മളേതായാലും ഏതോ ഒരു ബാത്റൂമിൽ കണക്ക് എന്തായാലും വന്ന് എന്തായാലും നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും പതുക്കെ എന്തായാലും കേസ് വെളിയിൽ ഇറങ്ങാം. എന്നാലും ഇത് ആരാ വീടാണ്? ഇതിപ്പോൾ എന്താണ് ഗൈസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ കീ വെച്ചാണ് നമ്മൾ ഡിഫൻഡർ തുറന്ന് അതിൻ്റെ അകത്ത് കയറി നമ്മൾ നേരെ അങ്ങ് പോയത്. അത് മാത്രമല്ല എൻ്റെ കയ്യിലാണ് ഒരു ലംബോർഗിനിയുടെ കീ കണക്കിരിപ്പുണ്ട്. ഇനി ഇതാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കയറുന്ന സീക്രട്ട് ബേസിൻ്റെ അകത്തുള്ള ഐറ്റം. ആവോട്ടെ, എനിക്ക് അറിയണം. നമുക്ക് എന്തായാലും നേരെ താഴെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ താഴെ ഇതെന്താണ് എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, ഇവിടെ എന്തായാലും ഈ ഒരു സീക്രട്ട് ബേസ്, അതായത് ഈ ഒരു വീടിൻ്റെ വെളിയിലായിട്ട് കണ്ട ഒരു ലംബോർഗിനി കിടപ്പുണ്ട്. ഇത് ലംബോർഗിനിയുടെ സിയാനാണ്. പക്ഷെ എൻ്റെ പൊന്നി, നമുക്ക് ഈ ഒരു സീക്രട്ട് ബേസ് കഷ്ടപ്പെട്ട് അൺലോക്ക് ചെയ്തെങ്കിലും ഒരു ലംബോർഗിനി ഫ്രീ ആയിട്ട് കിട്ടി ഗൈസ്. ഓക്കെ, എൻ്റെ മോൻ ഈ ഒരു വണ്ടി ഒരു പ്രശ്നം കൂടാതെ തന്നെ നമുക്ക് കിട്ടിയിരുന്നാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോന് നൈസ് വണ്ടിയാണ് കേട്ടോ. എന്തായാലും ഇതെന്തായാലും കൊള്ളാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സീക്രട്ട് ബേസ് കണ്ടുപിടിക്കുന്ന നല്ല മിഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ കാർ കിട്ടുമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ കൊള്ളാം കേട്ടോ. അത് മാത്രമല്ല ഇത് പ്യുവർ ഗോൾഡൻ ലംബോർഗിനി സിയാനും കൂടെയാണ്. എന്തായാലും ഇതിപ്പോൾ എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എന്തായാലും കറക്കി എടുക്കാൻ കഴിയും. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് വീടും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇത് ആരുടെയോ വീട് കണക്കാണ്, പക്ഷെ ഇതെന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയിടുന്നാലും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും സീക്രട്ട് ബേസ് എന്ന് പറഞ്ഞ് വന്നത് ഒരു വീടിൻ്റെ അകത്താണ്. ഓക്കെ, നമുക്കെന്തായാലും പിന്നെ ഒരു കാറും കൂടെ കിട്ടിയിട്ടെന്തായാലും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നൈസായ വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ലംബോർഗിനിയുടെ സിയാനാണ്, അത് ഗോൾഡൻ വണ്ടി. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോയി നോക്കാം, നമ്മുടെ മെയിൻ വീട്. ഓക്കെ, നമ്മുടെ ഏതാണ് മറ്റേ ഏത് വണ്ടി, നമ്മുടെ ഡിഫൻഡർ കണക്ക് അവിടെ ജീവനോടെ ഉണ്ട്. അതാ ഈ വണ്ടി തരാൻ വേണ്ടിയിട്ട് അത് പോയാൽ എന്തോ. ഓക്കെ, എന്തായാലും ഞാൻ അവിടെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഡിഫൻഡർ ഇവിടെ കിടന്ന് കിടപ്പുണ്ട്, പക്ഷെ സ്വിഫ്റ്റ് കാണാനില്ല. ഓ, എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മുടെ ഷിൻജാനും ഗ്രാനി സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി കാണും. ഞാനാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ആ വണ്ടി എടുത്ത് പോയി കാണും. ഓക്കെ, വണ്ടി കാണാമല്ലോ. ഓക്കെ, എന്തായാലും അവരെന്തായാലും അത് വാങ്ങിക്കാൻ പോയി കാണും. എന്തായാലും നമ്മുടെ ഡിഫൻഡർ ഇവിടെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഇനി തുറക്കാൻ പറ്റുമോ എന്തോ. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ പഴയൊക്കെ ഇട്ട് തുറന്ന് നോക്കാം. യെസ് ഗൈസ്, ഇപ്പം ഈ വണ്ടി നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും അത് പഴയതുപോലെ ശരിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും സീക്രട്ട് ബേസ് അൺലോക്ക് ചെയ്തതിന് പകരം കാറൊക്കെ കിട്ടിയല്ലോ. ഓക്കെ, അതിപ്പോൾ കൊള്ളാം. ഓക്കെ, ഇത് ആരാണ് വിളിക്കണത്? ഓ, നമ്മുടെ ഷിൻചാനാണല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടിയുടെ ലോക്ക് പൊട്ടിച്ച് തുറന്നാ? ആടാ ഷിൻചാനെ, ലോക്ക് പൊട്ടിക്കേണ്ടതൊന്നുമല്ല, അല്ലാതെ തന്നെ തന്നെ ശരി. അതെന്തോ ചെറിയ പ്രശ്നമായിരുന്നു. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്ത് തിരിച്ച് വീട്ടുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു കാര്യം ചെയ്, ഒരു എത്ര 2 ലക്ഷം രൂപ ഇങ്ങോട്ട് അയച്ചതാ. എന്തിന്? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ട്രിപ്പിനുള്ള ചെലവ്. ഞങ്ങളത് ഇവിടെ കട തന്നെ മൊത്തത്തിൽ അങ്ങ് പൈസ കൊടുത്ത് വാങ്ങിച്ച്. എടാ ഷിൻജാനെ, നിനക്ക് എന്തിൻ്റെ കേട്ടറാ? ഞാൻ ഇതൊരു പൈസ അയച്ചു തരുന്നില്ല.
എൻ്റെ ഫ്രാങ്ക്ലി ചേട്ടാ ഞങ്ങളെല്ലാം ബില്ലടിച്ച് കഴിഞ്ഞേ. ഞങ്ങളുടെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലേ, ഗ്രാനി അമ്മയുടെ കയ്യിലില്ല. ഗ്രാനി അമ്മയുടെ ആകപ്പാടെ 2 രൂപയുടെ തുട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നെ എന്താടാ ഷിൻചാനെ, നീ ആ കട തന്നെ മൊത്തം എടുത്തു വെച്ചാ. ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഡിഫൻഡറിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വണ്ടിയും കൂടെ നൈസായിട്ട് ബുക്ക് ചെയ്ത്. അതിൻ്റെ വില ഒരു 10 ലക്ഷം രൂപ. എടാ ഷിൻചാനെ, നീ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കല്ലേ, വെച്ചിട്ട് പോടാ നടന്ന്. അല്ല പിന്നെ